നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തുള്ളിൽ തന്നെ ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ഒന്നാമത്തെ വാക്യം വായിച്ചു. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട. ഇത് ഒന്ന് യാക്കോബിന്റെ പറയാണ്, ഒന്ന് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് വിളിച്ചിരുന്നത്? യാക്കോബിനെ വിളിക്കുന്നത്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. മാത്രം ഹല്ലേലൂയ. സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് പേർ ചൊല്ലി. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിന്റെ പേരിന്റെ അർത്ഥം എന്താ? ഉപായി എന്നാ. പക്ഷേ ആ പേരിനെ ദൈവം മാറ്റിയിട്ട് അവന് ദൈവമിട്ട പേരാണ് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ യാക്കോബിന്റെ ദൈവം പേർ ചൊല്ലി വിളിക്കുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെ ഓരോരുത്തരെയും അവൻ പേർ ചൊല്ലി വിളിക്കുകയാണ്. എന്തിനാണ് ദൈവം നമ്മളെ വിളിച്ചത്? ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവത്തിന്റെ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മളെ പേർ ചൊല്ലി ദൈവത്തിന്റെ സന്നിധികൾ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ലോക സ്ഥാപനത്തിന് മുന്നമേ അവൻ നമ്മെ തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ മകളുമായി മാറേണ്ടതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ തെരഞ്ഞെടുക്കുക മാത്രമല്ല, അവൻ നമ്മളെ വിളിക്കുവാനിടയായെന്ന വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം പേരത്രേ. എന്നാൽ നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ്, അവൻ നമ്മളെ പേര് ചൊല്ലി വിളിച്ചത് കൊണ്ടാണ് ഇന്ന് പകൽ നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥി വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 10-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ച്. യോഹന്നാൻ 10:3. ഇതാ അവന് വാതിൽ കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുക്കുന്നു. ഇതാ ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു. ഇതാ അടുത്തു പറയുന്നു, അവൻ തന്റെ ആടുകൾക്ക് അവൻ പേർ ചൊല്ലി തന്റെ ആടുകളെ വിളിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഇടയൻ ആടിന്റെ ശബ്ദം തിരിച്ചറിയുന്നു എന്നാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ആടിനെ തകർക്കുവാൻ പല ഇടയന്മാരും പലരും വരുമ്പോൾ പക്ഷേ ആട് തന്റെ ഇടയന്റെ ശബ്ദത്തെ തിരിച്ചറിയുന്നു. എന്നാൽ മോഷ്ടിപ്പാനും അരിപ്പാനും മുടിപ്പാനും കള്ളൻ ജീവനെ അപഹരിക്കുവാൻ കള്ളൻ വരുമ്പോൾ ആടുകൾ തന്റെ ഇടയന്റെ ശബ്ദത്തെ അവർ തിരിച്ചറിയുന്നു. എന്ന് വെച്ചാൽ ഇടയൻ ആടുകളെ വിളിക്കുന്നത് പേർ ചൊല്ലിയാ വിളിക്കുന്നതെന്നാണ്. ഹല്ലേലൂയ. ഇങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ വിളിക്കുന്നതാണ് എന്താ? പേർ ചൊല്ലി അവൻ നമ്മെ വിളിക്കുന്നു. അയച്ചേ. ഇത് തനിക്കുള്ളതൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം ഇതാ അവൻ അവർക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് ഇത് ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു എന്ന്. അപ്പൊ നോക്കണം, ഇടയനെ അനുഗമിക്കുന്ന ഒരു കൂട്ടമാണ്. അത് മാത്രമല്ല, ആടുകളെ ഇടയൻ പേർ ചൊല്ലി വിളിക്കുന്നു എന്ന്. അങ്ങനെയാണ് ആടുകളുടെ വലിയ ഇടയനായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മയും ദൈവം പേർ ചൊല്ലി വിളിക്കുന്നു.